ഞാൻ പിന്നെ ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആടിനെ കയറ്റും. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ആടിനെ കയറ്റുന്ന പരിപാടിയാണ്. പിന്നെ ഞാൻ ഇതിന് ഭാഗത്ത് നിർത്തുന്നത്, അതുകൊണ്ട് ഞാൻ കിട്ടുന്ന തൂപ്പൊക്കെ കെട്ടിക്കൊടുത്താൽ കയറ്റും. കാരണം തണുപ്പാവും, 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് തണുപ്പാവും. നമ്മുടെ സുന്ദരിക്ക് തണുപ്പായി കഴിഞ്ഞാൽ തുമ്മൽ കൂടും, അത് അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ കയറ്റും. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ നേരത്തെ കയറ്റും. അതുകൊണ്ട് പിന്നെ വലിയൊരു പാടൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗായ്സ്. പിന്നെ എനിക്ക് ഈ തൂപ്പ് കെട്ടിക്കൊടുക്കുന്നവരാണ് ഇച്ചിരി പാടാണ്. എൻ്റെ കെട്ടി ഇരിക്കത്തില്ല. എൻ്റെ കെട്ടിന് സുന്ദരി കടിച്ചു കുറച്ച് താഴെങ്ങിടും എൻ്റെ കെട്ട്. അതുകൊണ്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് കെട്ടി സൂക്ഷ്മതയോടുകൂടി കെട്ടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. കെട്ടുപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര പാടാണ്ട് ഈ ഓരോന്നൊക്കെ ഞാൻ താഴെ വിടും. ഞാൻ അന്നേരം എന്താണെന്നറിയാം, താഴെ വിടും. അപ്പോൾ പാടില്ലല്ലോ, താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പാടില്ലല്ലോ. ഞാൻ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ടൈറ്റായിട്ട് കെട്ടും. പിന്നെ ഇതാണ് എൻ്റെ സുന്ദരി. പാവമാണ്, ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും. ഭയങ്കര പാവമാണ്, ഞാൻ വിളിച്ചാൽ ഓടി വരും. ഞാൻ പിന്നെ കയറൊക്കെ ഞൂരി മാറ്റും, എന്നിട്ടൊക്കെ ഞാൻ കയറ്റത്തുള്ളൂ ഗൈസ്. അതുകൊണ്ട് അവിടെയും തൂപ്പ് ഭയങ്കര ഇഷ്ടം. എല്ലാ ആടിനും അങ്ങനെ ആണല്ലോ, തൂപ്പ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് എവിടെന്നെങ്കിലുമൊക്കെ പോയി തൂപ്പ് പിടിച്ചോണ്ട് ഞാൻ കഥ അടയ്ക്കുവാണ്. എന്നിട്ട് ഞാൻ തരാം ഈ കഥവിൻ്റെ ഇടയ്ക്കൂടെ ഇതുണ്ടോ നിങ്ങൾ ആ കുറ്റി അങ്ങനെ ഇട്ട് ചിലപ്പോൾ പട്ടി മാന്തി എടുത്താലും എന്നുള്ള പേടിയും. ഞാൻ ലൈറ്റ് ഓണായിപ്പോയി അല്ലാതെ. അപ്പം ഞാൻ എന്താ പറയുക, അതുപോലത്തെ സാധനം പറഞ്ഞാൽ വളച്ചങ്ങ് വെച്ചേക്കും. അന്നേരം പിന്നെ അതങ്ങ് ഇട്ട് കൊടുക്കും.